യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള പഠനം പൂർത്തീകരിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ദ്രിയ ജയം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗലാത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യമാണ്. ക്രിസ്തുയേശുവിൽ ഉള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുവല്ലോ, കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു. അങ്ങനെ ആത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മളിൽ ദൈവദാനമായ ഫലങ്ങൾ ഉളവാകുന്നു. ആ ഫലങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അല്പം വിപുലമായി തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ ഇന്നും അടുത്ത ദിവസവുമായിട്ട് നമ്മൾ ഈ ചിന്തകൾ തന്നെ തുടരുന്നതാണ്. ക്രൂശ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, BC 6-ാം നൂറ്റാണ്ട് മുതൽ AD 4-ാം നൂറ്റാണ്ട് വരെ ലോകത്തിൽ ക്രൂശ് മാധ്യമമായിട്ടുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് റോമക്കാരാണ് ഈ ക്രൂശ് കൊണ്ടുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കിയത്. വധശിക്ഷയ്ക്ക് അർഹരാകുന്ന ആളുകൾ അവരെ ക്രൂശിച്ചുകൊണ്ടായിരുന്നു അവരുടെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. ഈ ക്രൂശിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂശിക്കപ്പെടുന്ന വ്യക്തി ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ക്രൂശിൽ കെട്ടിയിടും, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ തറച്ചതുപോലെ ആണുകളിൽ തറയ്ക്കുമായിരുന്നു. എന്നാൽ ഈ ക്രൂശിൽ കിടന്നുള്ള മരണം എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള മരണമാണ്. എന്ന് മാത്രമല്ല, ഒരു സ്ലോ ഡെത്ത് ആയിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാവിധമായ വേദനകളും അനുഭവിച്ചാണ് ഒരു വ്യക്തി മരിച്ചിരുന്നത്. ഏതാണ്ട് 6 മണിക്കൂറോളം ഒരു വ്യക്തി ക്രൂശിൽ കിടക്കുകയും അവസാനമായി ആ വ്യക്തി സ്വയം അതിൽ മരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് അദ്ദേഹത്തെ കൊല്ലുകയോ ചെയ്യുന്ന പതിവായിരുന്നു റോമൻ ശിക്ഷാ രീതിയുടെ പ്രത്യേകത. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇന്ന് ക്രിസ്തീയ സഭകളുടെ, ക്രിസ്തീയ സംഘടനകളുടെ മുദ്രയായിട്ട് നമ്മൾ കാണിക്കുന്നത് ക്രൂശാണ്. ക്രൂശ് ക്രിസ്ത്യാനികളുടെ ഒരു ചിഹ്നമായി ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ആയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ക്രൂശ് നമ്മളോട് പറയുന്നത്? വാസ്തവത്തിൽ ക്രൂശിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരണം എന്നുള്ളതാണ്. ക്രൂശിനെ ശാപമായിട്ടും പറയുന്നുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള വാക്യം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ ക്രൂശിനെ ആളുകൾ കാണുന്നുവോ ആ സമയം വളരെ വേദനയോടുകൂടിയുള്ള മരണത്തെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തീയ സഭകൾ ക്രൂശിനെ അവരുടെ ഒരു സിംബലാക്കി എടുക്കുമ്പോൾ ആ ക്രൂശിന്റെ സന്ദേശം എന്താണെന്ന് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. എന്താണ് ദൈവത്തിന്റെ വചനം ക്രൂശിനെ കുറിച്ച് പറയുന്നത്? എന്താണ് ക്രൂശ് അർത്ഥമാക്കുന്നത്? പലർക്കും ക്രൂശ് എന്ന് പറയുന്നത് അവരുടെ മാലയുടെ അഗ്രഭാഗത്ത് ഇടുവാനുള്ളതായ ഒരു ലോക്കറ്റ് പോലെ, പലർക്കും കൈകളിൽ വഹിച്ചോണ്ട് നടക്കാൻ കഴിയുന്നതായ ഒരു പ്രാർത്ഥന വസ്തു എന്ന പോലെ, അങ്ങനെയൊക്കെയാണ് ആളുകൾ ക്രൂശിനെ കാണുന്നത്. പക്ഷെ ക്രൂശിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മൾ അതിനോട് കാണിക്കുന്ന നമ്മളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തവുമായിരിക്കും. കർത്താവ് യേശുക്രിസ്തു ക്രൂശിനെ കുറിച്ച് സംസാരിച്ചിരുന്നുവോ? പഴയ നിയമത്തിലെ ആളുകൾ ഈ ക്രൂശ് അവർക്ക് എന്തായിരുന്നു എന്നുള്ളതും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂശ് എന്ന് പറയുന്നത് മരണത്തെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്രൂശ് നിന്ദയെയും പരിഹാസത്തെയും ഒറ്റപ്പെടുത്തലുകളെയും ത്യജിക്കപ്പെടലിനെയും ക്രൂശ് എപ്പോഴും കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 11-ാം അധ്യായത്തില്
ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കാത്ത ഒരു വ്യക്തി ക്രൂശുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, ഈ എബ്രായ ലേഖനം എഴുതിയ ആള് മോശയുടെ ആ ജീവിത സംഭവങ്ങളെ താൻ പരാമർശിച്ചുകൊണ്ട് എഴുതുമ്പോൾ 26-ാം വാക്യത്തിൽ പറയുന്നതായ കാര്യം വളരെയധികം സ്പർശനീയമാണ്. അവിടെ താൻ പറയുന്നു, മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. തന്റെ 40-ാമത്തെ വയസ്സിൽ മിസ്രൈമ്യ കൊട്ടാരത്തിൽ വളർത്തപ്പെട്ടവനായ മോശ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതായ സന്ദർഭം കടന്നു വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്രകാരമുണ്ടല്ലോ, ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ഒരു വഴിത്തിരിവ്. ആ വഴിത്തിരിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോശയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ മിസ്രൈമിലെ നിക്ഷേപങ്ങൾ തനിക്ക് സ്വീകരിച്ചുകൊണ്ട് തനിക്കത് ലഭിക്കും. താൻ ആ നിക്ഷേപങ്ങളിൽ തന്നെയാണ് വളർന്നതും. തനിക്ക് അത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. മറ്റൊരു ഓപ്ഷൻ തനിക്കുള്ളത് ക്രിസ്തുവിന്റെ നിന്ന എന്ന് ഇവിടെ എബ്രായ ലേഖനകാരൻ വളരെ മനഃപൂർവ്വമായി ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമകാലത്തൊന്നും ആളുകൾ ക്രിസ്തു എന്നുള്ള പരാമർശം നടത്തിയിട്ടേയില്ല. പക്ഷേ പഴയ നിയമത്തിൽ അഭിഷിക്തൻ എന്നുള്ള വാക്കുണ്ട്. അത് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥമാണ്. പക്ഷേ ഇവിടെ എബ്രായ ലേഖനകാരൻ വളരെ മനഃപൂർവ്വമായി മോശയുമായി ബന്ധപ്പെട്ട് ക്രിസ്തു എന്നുള്ള ഒരു പദപ്രയോഗം അവൻ ഉപയോഗിക്കുക. അപ്പോൾ ആ 40-ാമത്തെ വയസ്സിൽ ഒരു തീരുമാനമെടുക്കേണ്ടതായ സമയത്ത് മോശ എന്ത് ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഇവിടെ ക്രിസ്തുവിന്റെ നിന്ന എന്ന് പറയുന്നിടത്ത് അവിടെ ക്രൂശുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂശ് നിന്നയെ കാണിക്കുന്നു, ക്രൂശ് പരിഹാസത്തെ കാണിക്കുന്നു, ക്രൂശ് ഒറ്റപ്പെടുത്തലുകളെ കാണിക്കുന്നു. അപ്പോസ്തലൻ പൗലോസും ഏതാണ്ട് ഇതേ ഒരു മാർഗം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. താൻ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നുണ്ടെന്നു. അപ്പോസ്തലൻ പൗലോസും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം എനിക്കുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുന്നു. എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഇതും ആ ക്രിസ്തുവിന്റെ നിന്ന എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ഇതും കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ക്രൂശ് എന്നുള്ളതായ ചിന്തയിൽ നിന്നുമാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് മോശ എന്താണ് ചെയ്തത്? തനിക്ക് മിസ്രൈമിൽ തുടരുകയാണെങ്കിൽ, മിസ്രൈമിലെ പാലസിൽ താൻ തുടരുകയാണെങ്കിൽ അധികാരം, ശക്തി, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ, ലോകത്തിന്റെ ബഹുമാനം ഇതെല്ലാം മോശയ്ക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ മോശ അദൃശ്യനായി ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നതുകൊണ്ട് ആ ദൈവത്തിന്റെ വിളി മനസ്സിലാക്കിയതായ മോശ തനിക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീക നന്മകളുടെ ആ ശ്രേഷ്ഠത താൻ കണ്ടുകൊണ്ട് താൻ ഇപ്രകാരം തീരുമാനിച്ചു: എനിക്ക് ഈ മിസ്രൈമിലെ നിക്ഷേപങ്ങളെ വേണ്ട, മറിച്ച് എനിക്ക് മുമ്പിൽ കടന്നു വരുന്നതായ ഈ നിന്ന മതി. നോക്കണേ, ആ 40-ാമത്തെ വയസ്സ് മുതൽ മോശയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആക്രമിക്കപ്പെടുന്നവനായി, ഉപദ്രവിക്കപ്പെടുന്നവനായി, ഒറ്റപ്പെടുന്നവനായി, കഷ്ടപ്പെടുന്നവനായി, വളരെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവനായി നമുക്ക് മോശയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടങ്ങളിലെല്ലാം തന്നെ മോശ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രത്യക്ഷതയും ദൈവത്തിന്റെ വചനവും മോശയ്ക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചു. അതേ അപ്പോസ്തലനായ യോഹന്നാൻ താൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ അവിടെ വെച്ച് ദൈവിക വെളിപ്പാടുകൾ കണ്ടുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടു. തേജസ്വരിയ കർത്താവിന്റെ ആ ദർശനത്തെ യോഹന്നാൻ കാണുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയതുകൊണ്ട്. കർത്താവ് യേശുക്രിസ്തു എപ്പോഴും ക്രൂശിനെ കുറിച്ച് പറഞ്ഞതും ഇത് തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ താൻ ക്രൂശിനെ കുറിച്ച് യേശു സംസാരിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു: എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇവിടുത്തെ ഈ പദപ്രയോഗം വളരെയധികം ശ്രദ്ധേയമാണ്.
തൻ്റെ ക്രൂശ്. ഒരിക്കലും യേശുവിന്റെ ക്രൂശ് എടുക്കുവാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ ക്രൂശ് എടുക്കുവാൻ നമുക്ക് കഴിയില്ല. അതിനർത്ഥം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്രൂശ് ഉണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ ഒരുവൻ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ അവൻ ക്രൂശ് എടുക്കേണ്ടി വരും എന്നുള്ള ഒരു വ്യക്തമായ സൂചന ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക. അപ്പോൾ അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും അവനെ അനുഗമിക്കുമ്പോൾ ക്രൂശ് എടുത്തു വേണം അവനെ അനുഗമിക്കുവാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ക്രൂശ് എന്ന് പറയുന്നത് അവനവന്റെ ക്രൂശ. ഇവിടെ പറയുന്നു, തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ അതിന്റെ അർത്ഥം ക്രൂശ് എടുക്കുന്ന ഏതൊരു വ്യക്തിയും നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലുകളും തെറ്റിക്കപ്പെടുത്തലുകളും കളിയാക്കലുകളുടെ നടുവിലൂടെ ആ വ്യക്തി കടന്നു പോകേണ്ടതായിട്ട് വരും. അതാണ് ക്രൂശ് എന്ന് പറയുന്നത്. അല്ലാതെ മാലയുടെ അറ്റത്ത് തൂക്കിയിടുന്നതല്ല ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് ഇത് ഒരുവന്റെ ജീവിത അനുഭവമാണ്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ തന്റെ ക്രൂശ്, നമ്മുടെ ഓരോരുത്തരുടെയും ക്രൂശ്. പലപ്പോഴും പല ആളുകളും ഈ ക്രൂശ് അവർക്ക് താല്പര്യമില്ല. ഞാൻ ക്രൂശ് എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലുകളും അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവർ പറയുന്നു, എനിക്ക് താല്പര്യമില്ല. സുവിശേഷം കേൾക്കുമ്പോൾ പലരും ആ സുവിശേഷത്തോട് വേണ്ടവണ്ണം പ്രതികരിക്കാത്തതിന്റെ കാരണം അവർ ക്രൂശിനെ കാണുന്നത് കൊണ്ടാണ്. അവർ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലുകളും ത്യജിക്കപ്പെടലുകളും കാണുന്നുകൊണ്ടാണ് അവർ യേശുവിന്റെ പുറകെ പോകാത്തത്. ഇനി ചില ആളുകളുണ്ട്, അവർ യേശുവിന്റെ പുറകെ യാത്ര ചെയ്യുന്നതായിട്ട് ഭാവിക്കും, പക്ഷേ അവർ ഒരിക്കലും ഈ ക്രൂശ് എടുത്തുകൊണ്ടല്ല അവർ പോകുന്നത്. അവർ ആരാണ്? അവർ ഒരിക്കലും ക്രിസ്ത്യാനികളല്ല, അവർ യേശുവിനെ അനുഗമിക്കുന്നവരല്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ചില ആളുകൾ അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലുള്ള ക്രൂശ് മാറാൻ വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ഈ നിന്ന മാറ്റണമേ, എൻ്റെ ഈ പരിഹാസം മാറ്റണമേ, എൻ്റെ ഈ ഒറ്റപ്പെടലുകളും എൻ്റെ ത്യജിക്കപ്പെടലുകളും എന്നിൽ നിന്ന് മാറ്റണമേ, എന്നെ നല്ല ഒരു പൊസിഷനിലേക്ക് നീ കൊണ്ടുവരണമെന്ന് ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു അനുഭവം, അവരുടെ ഈ പ്രാർത്ഥനയൊന്നും തന്നെ ദൈവം കേൾക്കുന്നില്ല, അതിന് അനുകൂലമായി ദൈവം മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം നിരാശരാകാറുമുണ്ട്. കാരണം ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് നമ്മൾ വഹിക്കുന്ന ക്രൂശാണ്. ഈ തരുണത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തന്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ? അതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനികൾ വിവിധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതൊരു രോഗമായിരുന്നോ, ചിലത് പറയുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ കുടുംബജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണെന്നോ. ഏതൊക്കെയാണെങ്കിലും തന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയതായിരുന്നു ആ ശൂലം എന്ന് പറയുന്നതായ അവസ്ഥ. അത് മാറേണ്ടതിന് വേണ്ടി 3 വട്ടം താൻ പ്രാർത്ഥിച്ചെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളും തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം അവൻ ആഗ്രഹിച്ച മറുപടി കൊടുത്തില്ല. മറിച്ച് ദൈവം അവനോട് പറയുന്നു, പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അതിനർത്ഥം ഞാൻ നിനക്ക് ഇത് അനുവദിച്ചിരിക്കുന്നതാണ്. ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലോസ് ഈ പ്രാർത്ഥനയുടെ ഒടുക്കത്തിലായിരിക്കും തനിക്ക് മനസ്സിലായത്, ഇത് എന്നെ കുത്തുവാൻ ദൈവം സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചതാണ്. അത് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് പിന്നീട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ താൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിന് ആ ശൂലം ഒരു കുരിശായിട്ട് തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ആ ക്രൂശ് വഹിക്കുമ്പോൾ, ആ നിന്ന വഹിക്കുമ്പോൾ, ആ ഒറ്റപ്പെടൽ വഹിക്കുമ്പോൾ, അതേ സമയം തന്നെ അപ്പോസ്തലനായ പൗലോസിന് അനുഭവിക്കാൻ കഴിഞ്ഞത് സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനവും ബലഹീനതയിൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ അത്യന്തികമായ ശക്തിയും അപ്പോസ്തലനായ പൗലോസിന് അനുഭവിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് യേശുക്രിസ്തു താൻ ക്രൂശ് സഹിക്കുമ്പോഴും പിതാവായി ദൈവത്തിൽ താൻ ആശ്രയിപ്പാനും
ആ പിതാവായ ദൈവത്തിന്റെ ശക്തി തനിക്ക് അനുഭവിക്കുവാനും കഴിഞ്ഞു. അവൻ മരിച്ച് അവന്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് പോലും ആ മരണത്തിൽ പോലും ദൈവശക്തി അനുഭവിക്കുന്നവനായി കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം വഹിക്കുന്ന ക്രൂശ് ഒരുപക്ഷെ നമുക്ക് ഭാരമായി തോന്നുമായിരിക്കാം. പക്ഷെ അത് സന്തോഷത്തോടെ നാം സഹിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് കുറവായുള്ളത് നമ്മുടെ ശരീരത്തിൽ നാം പൂരിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വിഷയത്തിന്റെ തുടർമാനമായൊരു ചിന്ത നമ്മൾ അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും നാം നമ്മുടെ ക്രൂശെടുത്ത് നാം യേശുവിനെ അനുഗമിക്കണം. ഒരിക്കലും പരാതി പറയുകയല്ല, പിറുപിറുക്കുകയല്ല, സന്തോഷത്തോടെ ആ ക്രൂശ് നാം സഹിക്കണം. മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് താൻ നിരസിച്ചു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെല്ലാം കാരണം വരുവാനുള്ള ആ മഹിമ, ദൈവത്തെക്കുറിച്ചുള്ള ആ പരിജ്ഞാന പൂർത്തി, അത് പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കുരിശിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്ക് നൽകിയ എല്ലാ ജീവിത അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ അനുഗമിക്കുമ്പോൾ ഞങ്ങളുടെ ക്രൂശ് എടുത്ത് നാൾതോറും ദിവസം തോറും അങ്ങേ അനുഗമിക്കണമെന്നുള്ള ആ വലിയ സന്ദേശം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.